പ്രഥമ പഞ്ചക്ഷത വിശുദ്ധ മറിയം ത്രേസ്യ. ദ വൂൺസ് ഓഫ് ലവ്. മതി കർത്താവേ മതി, കുരിശ് ഞാൻ ചുമന്നുകൊള്ളാം, നിന്റെ സഹായം എനിക്കുണ്ടായാൽ മതി എന്നു നിലവിളിച്ചുകൊണ്ട് കുരിശ് സ്വന്തമാക്കിയവൾ മങ്കിടിയാൻ ത്രേസ്യ. ഈശോ, ഈശോ, ഈശോ. 1876 ഏപ്രിൽ 26 ജന്മം കൊണ്ട് ചിറമൽ മങ്കിടിയാൻ തറവാടിന്റെ അനുഗ്രഹമായവൾ. ദൈവിക വെളിപാടുകൾക്കനുസരണം മുന്നേറിയ വിശുദ്ധ കന്യക. പുത്തൻചിറയിലെ ഓരോ മണൽത്തരികൾക്കും സുപരിചിത. പഞ്ചക്ഷതധാരി വിശുദ്ധ മറിയം ത്രേസ്യ. മറിയം ത്രേസ്യ സഹനം ഒരു പുറപ്പാടാണ്, സ്നേഹത്തോടെയുള്ള പുറപ്പാട്, ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള പുറപ്പാട്. ഈശോയോടൊത്ത് ഈ പുറപ്പാട് വഴികളിലൂടെ സഞ്ചരിച്ച് വിശുദ്ധിയുടെ, സ്നേഹത്തിൻ്റെ പഞ്ചക്ഷതം ഏറ്റുവാങ്ങിയവരിൽ ചിലരാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി, സിയന്നയിലെ വിശുദ്ധ കത്രീന, കാസായിലെ വിശുദ്ധ റീത്ത, വിശുദ്ധ ഫൗസ്റ്റീന കൊവാസ്ക, വിശുദ്ധ പാദ്രെ പിയോ എന്നിവർ. ഇവരെ പോലെ ഈശോ സഹിച്ച ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതപുണർന്ന ഭാരതത്തിലെ ആദ്യത്തെ പഞ്ചക്ഷതധാരി വിശുദ്ധ മറിയം ത്രേസ്യ. കഠോരവേദനയാൽ പിടയുന്ന നിമിഷങ്ങൾ, നിന്ദനങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങിയവൾ. ജീവിതത്തിന്റെ സുഹൃത വഴികളിൽ അടിക്കടി സഹനം തേടിയെത്തുമ്പോഴും കുരിശിന്റെ ആനന്ദത്തിലേക്ക് ഉയരുവാൻ ക്രൂശിതനെ മുറുകെ പിടിച്ചവൾ. ഇരു കൈകളും കാലുകളും ഹൃദയം തന്നെയും കുത്തിത്തുറക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചവൾ. പഞ്ചക്ഷതധാരി വിശുദ്ധ മറിയം ത്രേസ്യ. വേദന ഉണ്ടായിരുന്നോ കുട്ടിയെ? ഉണ്ടായിരുന്നു. കൈകളിലും കാലുകളിലും ആണിയടിച്ചു കയറ്റുന്ന വേദനയായിരുന്നു. തലയ്ക്ക് ചുറ്റും മുള്ളുകൾ കയറുന്ന വേദന. വേദന സഹിക്ക വയ്യാതായപ്പോഴാ ഞാൻ രക്തം കാണുന്നത്. മറ്റെവിടെ നിന്നെങ്കിലും ചോര വന്നതായി ഓർക്കുന്നുണ്ടോ? നെഞ്ചിന് താഴെ, ദാ ഇവിടെ ആരോ കത്തികൊണ്ട് കുത്തുന്ന വേദനയായിരുന്നു. ദൈവവും മനുഷ്യനുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു പ്രണയനൊമ്പരമാണിത്. സർവവും ത്യജിച്ച് എല്ലാ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് ഈശ്വരനെ പ്രണയിച്ച് ജീവിക്കുന്ന ചിലർക്ക് ദൈവം ദർശനം കൊടുക്കും. ചിലർക്ക് സഹനത്തിന്റെ വരം കൊടുക്കും. ഈ സഹനം ഈ ലോകത്തിന് വേണ്ടിയാ. അതൊരു ഈശ്വരാനുഭവമാണ്. ലോകത്തിന്റെ പ്രലോഭനങ്ങളെയും പൈശാചിക പരീക്ഷണങ്ങളെയും അതിജീവിച്ച ത്രേസ്യ വിശുദ്ധമായ ആന്തരിക ക്ഷതങ്ങളാൽ അനുഗ്രഹീതയാവുകയും മറിയമെന്ന നാമം ത്രേസ്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട് മറിയം ത്രേസ്യ എന്ന പുതുനാമത്താൽ അറിയപ്പെടുകയും ചെയ്തു. 1903 25-ാം വയസ്സിൽ ഉന്നതമായ ആത്മീയ അനുഭവങ്ങളിലേക്ക്
മറിയം ത്രേസ്യ വിളിക്കപ്പെട്ടുവെന്ന് പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്തപ്പെട്ടു. ദൈവൈക്യത്തിന്റെ പാരമ്യത്തിൽ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിന്റെയും ഈശോയുടെ തന്നെയും ഹൃദയം സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവളാണ് വിശുദ്ധ മറിയം ത്രേസ്യ. അനേകർക്ക് ജീവനേകാൻ ചങ്കു തുറന്ന ഈശോയുടെ അതേ സ്നേഹപാരമ്യം 1905 മാലാഖയിലൂടെ ത്രേസ്യയ്ക്ക് ലഭിച്ചു. ിൽ 2 മാലാഖമാർ ത്രേസ്യയുടെ ശിരസിൽ മുൾക്കിരീടം ആണിയടിച്ച് തറച്ചുവെന്ന് ത്രേസ്യയുടെ ആധ്യാത്മിക പിതാവ് ധന്യൻ ജോസഫ് വിധേയത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവസ്നേഹത്താൽ ജ്വലിച്ചുയർന്ന ത്രേസ്യയെ ചങ്കോട് ചേർത്ത് വെച്ച ഈശോ 1909 ജനുവരി 27 ബുധനാഴ്ച പാതിര കഴിഞ്ഞ സമയത്ത് കർത്താവിന്റെ 5 തിരുമുറിവുകളും കാണത്തക്ക വിധം ത്രേസ്യയ്ക്ക് നൽകി. എല്ലാ വെള്ളിയാഴ്ചകളിലും നോമ്പുകാലത്തും ഈ ദൈവസ്നേഹ പാരമ്യം തുടർന്നുകൊണ്ടിരുന്നു. പരഹൃദയജ്ഞാനം, ദൈവീക വെളിപാടുകൾ, സ്വർഗീയ പാരവശ്യങ്ങൾ, ആത്മാക്കളുടെ ദർശനം, വരദാനങ്ങളുടെ സമ്പുഷ്ടത എന്നീ സിദ്ധികളാൽ നിറയപ്പെട്ട മറിയം ത്രേസ്യയെ 2000 ഏപ്രിൽ 9 വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്കും 2019 ഒക്ടോബർ 13 വിശുദ്ധരുടെ ഗണത്തിലേക്കും ദൈവം ഉയർത്തി. Beatos Ioannem Enrico Newman, Josefina Banini, Mariam Teresian Charmel Mankidian, Dulcem López Pontes et Margarita Mbais. കാലുഷ്യം നിറഞ്ഞ ഹൃദയങ്ങളിലേക്ക് സൗഖ്യം ലഭിക്കാൻ ക്രൂശിതനായ ക്രിസ്തുവിലേക്ക് നോക്കുകയെന്ന ഫ്രാൻസിസ് പാപ്പയുടെ മൊഴികൾ നമ്മെയും പ്രകാശത്തിലേക്ക് നയിക്കട്ടെ. ദൈവസ്നേഹാഗ്നിയുടെ തീക്ഷ്ണ പ്രവാഹങ്ങൾ ത്രേസ്യയെ വിശുദ്ധ മറിയം ത്രേസ്യയാക്കി മാറ്റി. സഹന നിമിഷങ്ങളെ വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിച്ച വിശുദ്ധ മറിയം ത്രേസ്യ അപരന്റെ നൊമ്പര നിമിഷങ്ങളിൽ സാന്ത്വനമായി. നമ്മുടെ അനുദിന സഹനാനുഭവങ്ങളിൽ ക്രൂശിതനോട് താതാത്മ്യപ്പെട്ട വിശുദ്ധ മറിയം ത്രേസ്യയിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കാൻ വിശുദ്ധ മറിയം ത്രേസ്യ പഞ്ചക്ഷതധാരി ഇന്നും നമ്മോട് കൂടി ജീവിക്കുന്നു. അമ്മേ, 1000 സ്തുതികളുമായി അണയുന്നു തിരുമുൻപിൽ ഞങ്ങൾ. ഒരു വീണ ഇരുളിന്റെ പൊരുൾ തേടി അലയവേ ഏക വഴി യേശുവെന്നറിയാം. നീ തന്നെ ശരണം, നീ തന്നെ അഭയം, മറിയം ത്രേസ്യ എന്നമ്മേ. മറിയം ത്രേസ്യ എന്നമ്മേ. പഞ്ചക്ഷതമേറ്റ
മറിയമ്മേ നിന്റെ പുഞ്ചിരി സ്നേഹാമൃതം എനിക്ക് പഞ്ചക്ഷതമേറ്റ പുണ്യവതിയമ്മേ നിന്റെ പുഞ്ചിരി സ്നേഹാമൃതം എനിക്ക് പരമാത്മനാഥനെ പിരിയാത്ത തായേ പരമപ്രധാനം നിൻ പരസ്നേഹം അമ്മേ ഒരായിരം സ്തുതികളുമായി അണയുന്ന തിരുമുൻപിൽ ഞങ്ങൾ ഒരു വേള ഇരുളിന്റെ പൊരുൾ തേടി അലയവേ ഏക വഴി യേശു എന്നറിയാം നീ തന്നെ ശരണം നീ തന്നെ അഭയം മറിയം ത്രേസ്യായ എന്നമ്മേ മറിയം ത്രേസ്യായ എന്നമ്മേ ഭാരതത്തിലെ പ്രഥമ പഞ്ചക്ഷത വിശുദ്ധ മറിയം ത്രേസ്യ, ദ വൂൺസ് ഓഫ് ലവ്.